إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് മനുഷ്യരാകുന്ന നാം ഓരോരുത്തരെയും പരീക്ഷിക്കാൻ അവൻ നിശ്ചയിച്ചു വച്ച രണ്ടു പ്രധാനപ്പെട്ട പരീക്ഷണോപാധികളാണ് സമ്പത്തും ദാരിദ്ര്യവും. അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ അവൻ തിരഞ്ഞെടുക്കുന്നവർക്ക് മാറി മാറി നൽകി പരീക്ഷിക്കുന്നു. സമ്പത്ത് നൽകിയവൻ പരീക്ഷിക്കുന്നു, അത് നൽകപ്പെട്ട സമ്പന്നർ ആ സമ്പത്ത് ഉപയോഗിച്ച് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന്. സമ്പത്ത് നൽകാതെ പിടിച്ചുവച്ച് ചിലർക്ക് ദാരിദ്ര്യം നൽകി അള്ളാഹു പരീക്ഷിക്കുന്നു. സമ്പത്തില്ലായ്മ, ദാരിദ്ര്യം, അതിനെ ക്ഷമിക്കാനും സഹിക്കാനും ശീലിപ്പിക്കുന്നുണ്ട് എന്നതാണ് രംഗത്തെ പരീക്ഷണം. സഹോദരങ്ങളെ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നരകത്തെ മറയിട്ടിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെ കൊണ്ടാണ്, നമ്മുടെ ദേഹേച്ഛകൾ കൊണ്ടാണ്. മനുഷ്യന് ഇഷ്ടമുള്ള, അവന് പ്രിയം വെക്കുന്ന, അവൻ കൊതിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന അവന്റെ ദേഹേച്ഛകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമ്പത്ത് എന്നത്. അത് ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന, പ്രത്യേകമായി അവരെ ഗ്രസിക്കുന്ന ഭയാനകമായ ഫിത്നയായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമൂഹങ്ങൾക്കും പ്രത്യേകമായി അവർ നേരിടുന്ന ചില പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. വഫിത്നതു ഉമ്മത്തി അൽമാൽ, എൻ്റെ ഈ സമുദായം, എൻ്റെ സമൂഹം, അവർ നേരിടുന്ന ഏറ്റവും വലിയ ഫിത്ന സമ്പത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തി. പല ഫിത്നകളെയും അവിടുന്ന് പേരെടുത്തു പറഞ്ഞ് ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ ഈ ഉമ്മത്തിലെ പുരുഷന്മാരെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. പല ഫിത്നകളെ പറ്റിയും അവിടുന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷേ സമ്പത്ത് എന്നത് പണ്ഡിതന്മാർ പറയുന്നു, എന്തുകൊണ്ട് ഈ ഉമ്മത്തിലെ ഫിത്ന സമ്പത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു?
അത് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നതല്ല. സ്ത്രീകളുടെ ഫിത്ന പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളെ മാത്രമല്ല, കുട്ടികളെയും യുവാക്കളെയും പ്രായം ചെന്നവരെയും ദരിദ്രരെയും സമ്പന്നരെയും തൊഴിലാളിയെയും മുതലാളിയെയുമെല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഈ ഉമ്മത്തിന് ആപാദചൂടം വലയം ചെയ്യുന്ന, അവരുടെ ദീനും ദുനിയാവും നശിപ്പിക്കുന്ന ഫിത്നയാണ് സമ്പത്ത് എന്നുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഗാബുനിൽ പറഞ്ഞു, ഇന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അത് ഫിത്ന മാത്രമാണ്. നോക്കൂ, നിങ്ങൾ ഇന്നമ എന്ന പ്രയോഗം നിങ്ങൾ അറബിയിൽ വായിക്കുകയാണെങ്കിൽ, ഖുർആനിൽ കാണുകയാണെങ്കിൽ, ഹദീസുകളിൽ കാണുകയാണെങ്കിൽ, അതിനുശേഷം പരാമർശിക്കപ്പെട്ട കാര്യത്തിൽ അത് പരിമിതപ്പെടുമെന്നാണ് ഭാഷാ നിയമം. സമ്പത്തും സന്താനങ്ങളും അത് നിങ്ങൾക്ക് പരീക്ഷണമായി മാത്രം അള്ളാഹു നൽകിയതാണ്. എന്താണ് പരീക്ഷണം? സമ്പത്തും സന്താനവും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന് നന്ദി ചെയ്യാൻ വിനിയോഗിക്കുന്നുണ്ടോ, അതല്ല നന്ദികേട് പ്രവർത്തിക്കാൻ അത് കാരണമാകുന്നുണ്ടോ എന്നതാണ് പരീക്ഷണം. സഹോദരങ്ങളെ, കുഫാറുകൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവർ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് നബുവത്തിന്റെയും റിസാലത്തിന്റെയും ദൗത്യവുമായി നിയോഗിക്കപ്പെട്ടപ്പോൾ അവരോട് ധിക്കാരം കാണിച്ച നിഷേധികളായ, ഇസ്ലാമിനോട് ശത്രുത പുലർത്തിയ അധികം ആളുകളും അവരുടെ ധിക്കാരത്തിലും നിഷേധത്തിലും അവരെ ഉറപ്പിച്ചു നിർത്താനുണ്ടായ അടിസ്ഥാന കാരണം അവരുടെ സമ്പത്തായിരുന്നു എന്ന് ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ ചരിത്രം അയവിറക്കവേ നമ്മെ കേൾപ്പിക്കുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം, അദ്ദേഹം 950 വർഷം തന്റെ സമൂഹത്തെ പരിശുദ്ധ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവരിൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉത്തരം നൽകിയത്. ആ സമൂഹത്തെ പറ്റി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിതാപം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹുവേ, ഞാൻ അവരെ ക്ഷണിച്ചു, അവരെന്നെ ധിക്കരിച്ചു. വത്തബഉ മൻ ലം യസിദ്ഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ. പക്ഷേ റബ്ബേ, അവർ പിൻപറ്റിയത് സമ്പത്തും സന്താനങ്ങളും അധികമുള്ള ആളുകളെയായിരുന്നു. അവർ അനുഗമിച്ചത്, അവർ ആദർശമായി സ്വീകരിച്ചത് അവരുടെ നടപടിക്രമങ്ങളും അവരാൽ കൈമാറപ്പെട്ട ആദർശങ്ങളുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുൻനിർത്തി നമ്മോട് പറയുകയാണ്, അവിടുന്ന് ഈ ഉമ്മത്തിനെ കേൾപ്പിക്കുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ച സമൂഹത്തിലധികവും സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും പരീക്ഷണത്തിലകപ്പെട്ടവരായിരുന്നു. ഇല്ലാ ഖസാറ, അതാകട്ടെ അവർക്ക് നഷ്ടവും പരാജയവുമല്ലാതെ ഇരു ലോകത്തും സമ്മാനിക്കുകയില്ല. എന്തുണ്ടായി? ആ സമൂഹം മഹാപ്രളയത്തിൽ ദുനിയാവിൽ മുഖ്യ നശിക്കപ്പെട്ടു. ആഖിറത്തിൽ അവരുടെ സങ്കേത നരകമായിരിക്കും, യാതൊരു സംശയവുമില്ല. മുനാഫിക്കുകൾ അവരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അർത്ഥത്തിൽ നിന്നും ആഴത്തിൽ നിന്നും ഉപരിപ്ലവമായ അഭിനയത്തിലേക്ക് അവരെ നയിച്ചത് ഈ സമ്പത്തിന്റെ പൊലിമയായിരുന്നു. അല്ലാഹു സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞു, ശഗലത്നാ അംവാലുനാ വഅഹ്ലൂനാ ഫസ്തഗ്ഫിർ ലനാ. അവരവരുടെ കുഫ്റും അവരുടെ തോന്നിവാസവും ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളെ അള്ളാഹുവിൽ നിന്ന്, അവന്റെ ദീനിൽ നിന്ന് അശ്രദ്ധയിലാക്കി കളഞ്ഞു. അതുകൊണ്ട് ഫസ്തഗ്ഫിർ ലനാ, അള്ളാഹുവിന്റെ റസൂലേ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണം. സഹോദരങ്ങളെ, സകല മനുഷ്യരെയും, ദീനുള്ളവരെയും ദീനില്ലാത്തവരെയും, മുസ്ലിമിനെയും കാഫിറിനെയും മുനാഫിഖിനെയും മുഅ്മിനിനെയും, സ്ത്രീയെയും പുരുഷന്മാരെയും വൃദ്ധരെയും യുവാക്കളെയും കുട്ടികളെയും പോലെ ഒരുപോലെ ബാധിക്കുന്ന മഹാദുരന്തമാണ് സമ്പത്താകുന്ന പരീക്ഷണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമ്മളിൽ ചെറിയ കുട്ടികൾക്ക് പോലും മനഃപ്പാഠമുള്ള സൂറത്തു തകാസുറിൽ എന്താണ് പറഞ്ഞത്? അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ. നിങ്ങളെ ദുനിയാവിന് വേണ്ടി, ദുനിയാവിന്റെ സമ്പത്തിനും സുഖലോലുപതക്കും വേണ്ടി പെരുമ നടിക്കുകയും പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുക എന്നത് നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഏതുവരെ നമ്മൾ അശ്രദ്ധയിലാകും?
ഏതുവരെ? ദുനിയാവിന്റെ സുഖലോലുപതക്കും സമ്പത്തിനും പിന്നാലെ പരീക്ഷണ വലയത്തിൽ അകപ്പെട്ട് നമ്മൾ സഞ്ചരിക്കും. ഹത്താ സുബ്തുമുൽ മഖാബിർ, നിങ്ങളുടെ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നതുവരെ, അതെ, മരിച്ചു മണ്ണാകുന്നതുവരെ, ദുനിയാവിൽ നിന്ന് വിട പറയുന്നതുവരെ മനുഷ്യൻ സമ്പത്തിന്റെയും ഭൗതികമായ സുഖാസ്വാദനങ്ങളുടെയും പളവളപ്പിൽ പൊളിമയിൽ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും ആഖിറത്തിനെയും പരലോകത്തെയും മറന്ന് അശ്രദ്ധയിലാകും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പരീക്ഷണ ഹേതു സമ്പത്താണെന്ന് ഈ ആയത്തുകൾ വിശദീകരിക്കവേ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, പിശാച്, മനുഷ്യന്റെ വ്യക്തനായ ശത്രുവായ പിശാച്, ആ പിശാച് നമ്മെ നശിപ്പിക്കുന്ന, നമ്മെ വഴികേടിലാക്കുന്ന പിശാചിന്റെ അസ്ത്രങ്ങളിൽ, പിശാചിന്റെ വജ്രായുധങ്ങളിൽ പ്രധാനപ്പെട്ട ആയുധമാണ് സമ്പത്ത് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ പിശാചിന് അവധി നീട്ടിക്കൊടുത്തു. മാനവരാശിയിൽ നിന്ന് അവന് വശംവദരാകുന്നവരെ പിഴപ്പിക്കാൻ, വഴികേടിലാക്കാൻ പിശാചിന് അല്ലാഹു സമ്മതം നൽകി. എന്നിട്ട് അല്ലാഹു പിശാചിനോട് സംവദിക്കുന്നതായി അവൻ ഖുർആനിലൂടെ പറയുന്നു, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക്, നീ നിന്റെ ശബ്ദം കൊണ്ട്, നിന്റെ സ്വരം കൊണ്ട് നിനക്ക് സാധിക്കുന്നവരെ എല്ലാം ഇളക്കി വിട്ടുകൊള്ളുക. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പിശാച് കുറുകിത്തരും, പിശാച് ദുർമന്ത്രങ്ങൾ ഓതിത്തരും. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അവന്റെ പണിയെടുക്കുന്ന മനുഷ്യ പിശാചുക്കൾ ഉണ്ടാകും. അവരെ കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഹറാമാക്കിയത് ഭംഗിയായി തോന്നിപ്പിക്കും, പുരോഗമനമായി തോന്നിപ്പിക്കും, സ്വാതന്ത്ര്യമായി തോന്നിപ്പിക്കും, കാലഘട്ടത്തിനൊപ്പമുള്ള സഞ്ചാരമായി നിന്റെ മനസ്സിൽ ചിത്രീകരിക്കും, ഭംഗിയുള്ളതായി മനോഹരവൽക്കരിക്കും. അതെ, നിനക്ക് സാധിക്കുന്നവരെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നീ നിന്റെ ശബ്ദം കൊണ്ട്, നിന്റെ പ്രബോധനങ്ങൾ കൊണ്ട്, നിന്റെ ക്ഷണം കൊണ്ട് ഇളക്കി വിടുക എന്ന് അല്ലാഹു പിശാചിനോട് പറയുന്നു. വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക, നിന്റെ കാലാൾപ്പടയും നിന്റെ കുതിരപ്പടയും അവർക്കുമേൽ നീ അഴിച്ചു വിട്ടുകൊള്ളുക. അല്ലാഹു പിശാചിന് സമ്മതം കൊടുക്കുകയാണ്. എന്നിട്ട് എന്താണ് അല്ലാഹു പറഞ്ഞത്? വശാരിഖും ഫിൽ അംവാലി വൽ ഔലാദ്, അവരുടെ സന്താനങ്ങളിലും അവരുടെ സമ്പത്തിലും നീ പങ്കുചേരുക. പിശാച് നമ്മുടെ സന്താനങ്ങളിലും നമ്മുടെ സമ്പത്തിലും പങ്കുചേരും. പരീക്ഷണമായി അള്ളാഹു നിശ്ചയിച്ച സന്താനങ്ങളുടെ വിഷയത്തിലും സമ്പത്തിന്റെ വിഷയത്തിലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ, ഹറാമിലേക്ക് സഞ്ചരിക്കാൻ, സമ്പത്തും സന്താനങ്ങളും പരലോക ജീവിതത്തിന് മറയിടാൻ കാരണമാക്കുന്ന പരീക്ഷണത്തിലേക്ക് പിശാച് നമ്മെ നയിക്കും. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഇതിന്റെ ഏറ്റവും ലളിതമായ വിശദീകരണങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരാൾ കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിയില്ലെങ്കിൽ അവിടെ ഭക്ഷണവും താമസവും പിശാച് ഉറപ്പിക്കും. വീടിന്റെ വാതിലടക്കുമ്പോൾ, കഥ കടക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ കാണാം, പിശാച് പറയും നമുക്ക് ഭക്ഷണം മാത്രമല്ല ഇന്നിവിടെ താമസവുമുണ്ട് എന്ന് പിശാച് പറയുമെന്നാണ്, ശൈത്താൻ പറയുമെന്നാണ്. സമ്പത്തിലും സന്താനങ്ങളിലും പിശാചിന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഏറ്റവും നിസാരമെന്ന് തോന്നി നമ്മൾ തള്ളിക്കളയുന്ന ഇസ്ലാമിന്റെ മഹത്തായ പാഠമാണിത്. ബിസ്മില്ലാ എന്ന് ചൊല്ലിയില്ലെങ്കിൽ വരെ പിശാചിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലും പാർപ്പിടത്തിലും ഭക്ഷണത്തിലും വരെ സ്വാധീനം ചെലുത്തുമെങ്കിൽ പൈശാചികമായ നടപടിക്രമങ്ങളെല്ലാം വീട്ടിൽ നാം പൈസ ഒടുക്കി, നാം സമ്പത്ത് ചോര നീരാക്കി അധ്വാനിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വീട്ടിലതിന് കളമൊരുക്കി കൊടുത്താലോ, സിനിമയും സംഗീതവും തോന്നിവാസവും ഹറാമാക്കിയ അള്ളാഹുവിന്റെ ദീനിൽ വിലക്കപ്പെട്ട കാര്യങ്ങളും വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് അതിന് അനുവാദം നൽകിയാലോ, നമ്മൾ അതിന്റെ പ്രചാരകരും നമ്മുടെ മക്കളും നമ്മളും ഒരുമിച്ച് അത് ആസ്വദിക്കുന്നവരുമാണെങ്കിലോ, എങ്കിൽ പിന്നെ ആ പൈശാചിക വൃത്തത്തിന്റെ വലുപ്പവും ആഴവും എത്രയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തിലും സന്താനങ്ങളിലും പിശാച് ഇടപെടും. വൈദുഹും എന്നിട്ട് അള്ളാഹു പറയുകയാണ്, എന്നിട്ട് ആ വിഷയങ്ങളിൽ സമ്പത്തിലും സന്താനങ്ങളിലും അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുക. വമാ യഅദുഹുമു ശൈത്താനു ഇല്ലാ ഗുറൂറ, ശൈത്താനിന്റെ മോഹന വാഗ്ദാനങ്ങൾ, പിശാചിന്റെ വഞ്ചിക്കുന്ന വാഗ്ദാനങ്ങൾ അത് കേവലം വഞ്ചന മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സമ്പത്തെന്ന പരീക്ഷണം അത് മനുഷ്യനെ മഹാ അക്രമിയും ഏറ്റവും വൃത്തികെട്ടവനുമാക്കുന്നു. ചരിത്രം അതിന് സാക്ഷിയാണ്. ഇന്നിന്റെ ചരിത്രവും അതിന് സാക്ഷിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ്, ഏറ്റവും വലിയ തോന്നിവാസികൾ, ധിക്കാരികൾ, അക്രമികൾ, നരാധമന്മാർ, വംശഹത്യ നടത്തുന്നവർ, സമ്പന്നരും അതുപോലെ തന്നെ അധികാരത്തിന്റെ കിരീടവും ചെങ്കോലും അടക്കി വാഴുന്നവരുമാണ്. അല്ല എന്നാർക്ക് പറയാൻ സാധിക്കും? അള്ളാഹു ഖുർആനിൽ ആണയിട്ട് പറഞ്ഞ കാര്യമാണിത്. അള്ളാഹു പറഞ്ഞില്ലേ, കല്ലാ
ഇന്നൽ ഇൻസാന ലയത്ഗ. കല്ല, സംശയം വേണ്ട, സംശയത്തിന്റെ ലാഞ്ചന പോലും വേണ്ട. ഇന്നൽ ഇൻസാന ലയത്ഗ, തീർച്ചയായും മനുഷ്യൻ അവൻ അക്രമിയായിത്തീരും, അവൻ കൊടും ഭാവിയും വികാരിയുമായിത്തീരും. എന്താണ് കാരണം? അർറആഹു ഇസ്തഗ്ന, അല്ലാഹു അവന്റെ ഓശാരമായി നൽകിയ സമ്പത്ത് അവനെ സ്വയം പര്യാപ്തനാക്കി, എന്തിനും പോന്നവനാക്കി എന്ന ചിന്ത, അവൻ സ്വയം പര്യാപ്തനാണ് എന്ന ചിന്ത അവനെ കൊടുമക്രമിയാക്കി, ഭാവിയാക്കി, ദോഷിയാക്കി, കരാളഹസ്തനാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്ത് അല്ലാഹു സമ്പാദിക്കാൻ പറഞ്ഞ മാർഗത്തിലൂടെ സമ്പാദിക്കാതെ, വിനിയോഗിക്കാൻ പറഞ്ഞ മാർഗത്തിലൂടെ വിനിയോഗിക്കാതെ, സമ്പത്താകുന്ന പരീക്ഷണത്തിൽ നാം അകപ്പെട്ടാൽ നമ്മൾ ഏറ്റവും ഭാവിയും ധിക്കാരിയുമായി തീരുമെന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണിത്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ അകപ്പെടാൻ ഏറെ എളുപ്പമാണ്. നമുക്കറിയാം, അല്ലാഹു സമ്പത്തിനെയും സന്താനങ്ങളെയും അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്, ഭംഗിയാണ്, മേന്മയാണ് സമ്പത്തും സന്താനങ്ങളും. അതേസമയം അത് പരീക്ഷണമാണ്. അത് അലങ്കാരവും ഭംഗിയുമായി തീരുക അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നന്ദി ചെയ്യാൻ അത് വിനിയോഗിക്കുമ്പോഴാണ്. ഞാൻ ആവർത്തിക്കട്ടെ, അത് ശിക്ഷയും പരീക്ഷണവുമായി ഫിത്നയുമായി മാറുക അല്ലാഹുവിനെ ധിക്കരിക്കുന്ന മാർഗത്തിൽ അത് വിനിയോഗിക്കുമ്പോഴാണ്. വഞ്ചനാത്മകമാണ് സമ്പത്തെന്ന പരീക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതവും മനോഹരമായ ഒരു ഉപമയിലൂടെ അതിന്റെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തി. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, നദിബാനി ജാഇആനി ഉർസില ഫി ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനി. രണ്ട് വിശന്നു വലഞ്ഞ ചെന്നായ്ക്കൾ അവയെ ഒരാട്ടിൻ കൂട്ടത്തിലേക്ക് സ്വതന്ത്രമായി അങ്ങനെ അഴിച്ചുവിട്ടാൽ ആട്ടിൻകൂട്ടത്തെ എത്രമേൽ നശീകരണ സ്വഭാവമായി അതിനെ ഇല്ലാതാക്കും ആ ചെന്നായ്ക്കൾ. വിശന്നു വളഞ്ഞ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് അങ്ങ് അഴിച്ചുവിട്ടാൽ എങ്ങനെ അതിൽ ആട്ടിൻ പറ്റങ്ങളെ അത് നശിപ്പിക്കും, കാർന്നു തിന്നും. ഇതിനേക്കാൾ ഗൗരവമാണ് മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനി ബിഅഫ്സദ ലഹാ. അതിനേക്കാൾ ഫസാദുണ്ടാക്കും ഒരു മനുഷ്യന്, അവന്റെ ദീന് നഷ്ടം വരുത്തും. സമ്പത്തിനോടും അധികാരത്തോടും സ്ഥാനമോഹത്തോടുമുള്ള കൊതി, ദുര. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവിൽ ജീവിക്കുമ്പോൾ സമ്പത്തിനോടുള്ള ആർത്തിയാണോ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു വെക്കുന്നത്? സ്ഥാനമോഹമാണോ, നേതൃത്വമാണോ, പ്രശസ്തിയാണോ, കീർത്തിയാണോ? അതാണോ ആഗ്രഹിക്കുന്നത്? വിശന്നു വളർന്ന ചെന്നായ്ക്കൾ ആട്ടിൻപറ്റത്തെ നശിപ്പിച്ചില്ലാതാക്കുന്നത് പോലെ നമ്മുടെ ദീനിനെ സമ്പത്തും അധികാരമോഹം നശിപ്പിക്കുമെന്ന് അതിനേക്കാൾ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്രമേൽ അപകടകാരിയായിരുന്നിട്ടും അതിനോടുള്ള കൊതിയോ ആർത്തിയോ അവസാനിക്കുകയില്ല. തൃപ്തിയുടെയും നന്ദിയുടെയും കടിഞ്ഞാൻ കൊണ്ട് കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ സമ്പത്തിന്റെ പിന്നാലെയുള്ള പാച്ചിൽ മനുഷ്യനൊരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല, മരണം വരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാൻ മിൻ മാലിൻ ലബ്തഗാ സാലിസൻ. ആദമിന്റെ സന്തതികൾക്ക് രണ്ട് താഴ്വര നിറയെ, ചില ഹദീസുകളിൽ കാണാം സ്വർണത്തിന്റെയും വെള്ളിയുടെയും താഴ്വരകൾ അവനുണ്ടായിരുന്നാലും ശരി, മൂന്നാമതൊന്നുകൂടി അവന് വേണമെന്ന് അവൻ ആഗ്രഹിക്കും. പർവ്വത സമാഹാരം പോലെയുള്ള സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ അവൻ ധനിച്ചുണ്ടാക്കിയാലും പിന്നെയും വേണമെന്ന ആഗ്രഹം അവനെ പിടികൂടും. മരിച്ചു മണ്ണാകുവോളം, അവന്റെ അന്തരംഗങ്ങൾ മണ്ണുകൊണ്ട് ഖബറിന്റെ മണ്ണ് നിറക്കുവോളം അവന്റെ ഈ ആഗ്രഹവും ദുരയും തീരുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര കിട്ടിയാലും മതിവരാത്ത മഹാമാരിയാണ്, കൊടും ലഹരിയാണ് സമ്പത്ത് എന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അതേസമയം നമ്മെ ഓർമ്മപ്പെടുത്തി. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഫവല്ലാഹി മൽ ഫഖ്റു അഖ്ശാ അലൈക്കും. അല്ലാഹു സത്യം, നിങ്ങൾക്കുമേൽ സമൂഹമേ, ഞാൻ ദാരിദ്ര്യത്തെയല്ല ഭയപ്പെടുന്നത്. എന്റെ സമൂഹം ദാരിദ്ര്യം കൊണ്ട് ദുനിയാവ് ഞെരുങ്ങിയിടുങ്ങി അവരില്ലാതായി തീരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്നില്ല. അവിടുന്ന് പറഞ്ഞു, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയ അലൈക്കും. മറിച്ച് നിങ്ങൾക്കുമേൽ ഞാൻ ഭയപ്പെടുന്നത് ദുനിയാവിന്റെ വിശാലതയാണ്. ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കുമെന്നതാണ് നിങ്ങൾക്കുമേൽ ഞാൻ ഭയപ്പെടുന്ന ദുരന്തം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാകും?
ഇന്നും ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ. മുൻകാലക്കാർക്ക് സമ്പത്ത് നൽകുകയും അവരതിന്റെ പിന്നാലെ മത്സരിക്കുകയും ചെയ്തതുപോലെ നിങ്ങളും സാമ്പത്തിക വിഷയങ്ങളിൽ മത്സരം കാണിക്കും. വതുഹ്ലികകും കമാ അഹ്ലകത്ഹും. അവരെ ദുനിയാവിന് വേണ്ടിയുള്ള സമ്പത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ നശിപ്പിച്ചുവെങ്കിൽ, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണക്കാരാക്കിയെങ്കിൽ, അതുപോലെ നിങ്ങളും അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കപ്പെട്ട് നശിപ്പിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മത്സരം കാണിക്കുകയും പരലോകത്തിന് വേണ്ടി മത്സരിക്കുന്ന ഈ ഉമ്മത്ത് ദുനിയാവിന്റെ സമ്പത്തിന്റെ പിന്നാലെ മത്സരം കാണിച്ച് ദീനും ദുനിയാവും നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അതപ്പതിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട മഹാദുരന്തമായി ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാം. സഹോദരങ്ങളെ, സമ്പത്ത് ഇല്ലാത്തവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ഞെരുക്കങ്ങൾ പരീക്ഷണമായി ഏർപ്പെടുത്തിയവർ, അവർ ആശ്വസിക്കുക, അവർ സമാധാനിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന ജന്നത ഖബ്ല അഗ്നിയാഇഹിം. ഈ ഉമ്മത്തിലെ ദരിദ്രരായിട്ടുള്ള മുസ്ലിമീങ്ങൾ, അവർ ഈ ഉമ്മത്തിലെ സമ്പന്നരേക്കാൾ മുൻപ് സ്വർഗത്തിൽ പ്രവേശിക്കും. ബിനിസ്ഫി യൗമിൻ വഹുവ 500 ആം. ദരിദ്രരായ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ അര ദിവസം മുമ്പ് ദരിദ്രരായ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അര ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, ദുനിയാവിൽ അര ദിവസമല്ലാതെ 12 മണിക്കൂറല്ലാതെ, മറിച്ച് 500 ആം. അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ അവന്റെ ഒരു ദിവസത്തിന്റെ കണക്കെന്ന് പറഞ്ഞാൽ 500 വർഷമല്ല, 1000 വർഷമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. അള്ളാഹുവിന്റെ അടുക്കൽ ദിവസം എന്നാൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷമാണ്. അപ്പൊ 1000 വർഷത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 500 ആം, 500 വർഷം. സ്വർഗത്തിൽ മുസ്ലിം ഉമ്മത്തിലെ സമ്പന്നരേക്കാൾ 500 വർഷം മുമ്പ് ദരിദ്രരായ മുസ്ലിമീങ്ങൾ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിന്റെ രഹസ്യം വിശദീകരിക്കുക പറഞ്ഞു. സമ്പത്ത് നൽകപ്പെട്ടവർക്ക് വിചാരണ വർദ്ധിക്കും. അവർ സ്വരുക്കൂട്ടിയ സമ്പത്തിന്റെ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ വർദ്ധിക്കും. അതിനവർ മറുപടി പറയേണ്ടി വരും. ദുനിയാവിൽ അവർ നേടിയത്, സ്വരുക്കൂട്ടിയത്, സമ്പാദിച്ചത്, അതിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ദുനിയാവിൽ വലുതായിട്ടൊന്നും ഇല്ലാത്തവർ അവർക്ക് എളുപ്പത്തിൽ വിചാരണ നേരിടാം എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പറയുന്നു. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ആദം സന്തതികൾ അവരുടെ ഇരു കാൽപാദങ്ങളും അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന്, മഹ്ശറിൽ നിന്ന് ഒരടി പോലും ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. 5 ചോദ്യങ്ങൾ അവർക്കുമേൽ ചോദിക്കപ്പെടുകയും അതിനുത്തരം നൽകുകയും ചെയ്യാതെ ആ 5 ചോദ്യങ്ങളിൽ സമ്പത്തിനെ പറ്റിയുള്ള 2 ചോദ്യമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കും. മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണ് അവൻ സമ്പാദിച്ചത്? നാം സമ്പാദിച്ച ഓരോ തുട്ടും, ഓരോ കറൻസിയും, ഓരോ ചില്ലിക്കാശും അള്ളാഹുവിന്റെ മുമ്പിൽ എവിടെ നിന്ന് സമ്പാദിച്ചു? തട്ടിച്ചതാണോ, വെട്ടിച്ചതാണോ, ഹലാലായ മാർഗത്തിൽ ചോര നീരാക്കി വിയർപ്പൊഴുക്കി നീ സമ്പാദിച്ചതാണോ, പകുത്തു വെച്ചതാണോ? അള്ളാഹുവിന്റെ മുമ്പിൽ സോഴ്സ് കാണിക്കേണ്ടി വരും. എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന് അള്ളാഹു ചോദിക്കും, ബോധ്യപ്പെടുത്തേണ്ടി വരും. തീർന്നില്ല. രണ്ടാമത്തെ ചോദ്യം, നീ എന്തിനത് ചെലവഴിച്ചടോ എന്ന ചോദ്യമുണ്ടാകും. എവിടെ നിന്ന് സമ്പാദിച്ചു എന്നതുപോലെ തന്നെ ഓരോ ഉറുപ്പികയും നീ എന്തിൽ ചെലവഴിച്ചു, ഹലാലിലോ ഹറാമിലോ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനോ അവന് ശുക്ർ ചെയ്യുന്നതിനോ, അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ സമ്പന്നർ പോലും ദരിദ്രരേക്കാൾ പുറകിലായി മാത്രമാണ് വിചാരണ നേരിടേണ്ടുന്ന കടുപ്പത്തിന്റെ വിഷയത്തിൽ അവർ അല്പം പിന്നിലായി മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു. സഹോദരങ്ങളെ, സമ്പത്തിന്റെ പരീക്ഷണ വലയത്തിൽ അകപ്പെടാതെ സമ്പത്ത് ദീനിനു വേണ്ടി, ആഖിറത്തിനു വേണ്ടി അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വിനിയോഗിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹു വ്യത്യസ്ത ജനപദങ്ങളിലേക്ക് നിയോഗിച്ച അമ്പിയാക്കൾ, മുർസലീങ്ങൾ നമ്മൾ നടേ സൂചിപ്പിച്ചു. അവരവരുടെ സമൂഹത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ, സ്വർഗത്തിലേക്ക് ആനയിച്ചപ്പോൾ, അവരുടെ കഴിഞ്ഞകാല അജ്ഞാന ജീവിതത്തിലെ പാരമ്പര്യവാദവും പ്രാമാണിത്വവും അയവിറക്കിക്കൊണ്ട് അമ്പിയാക്കളിലൂടെ വന്നെത്തിയ സന്മാർഗ ദർശനം അവർ കൈയൊഴിഞ്ഞു. അത് സ്വീകരിക്കാതിരിക്കാൻ അവർ ന്യായം പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ അക്സറു അംവാലം വ ഔലാദ, കൂടുതൽ സമ്പത്തും സന്താനങ്ങളുമുള്ളത് ഈ സമൂഹത്തിൽ ഞങ്ങൾക്കാണ്. ഞങ്ങളാണ് ഇവിടുത്തെ പ്രമാണിമാർ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഞങ്ങൾക്ക് എങ്ങനെ ഇറങ്ങാനാണ്? അവരുടെ സമ്പത്തും സമ്പാദ്യവുമെല്ലാം അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ സംരക്ഷിക്കുമെന്ന് അവർ വ്യാമോഹിച്ചു. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല സമൂഹങ്ങളെ പറ്റി പറയവേ സൂറത്തു സബയിൽ പറഞ്ഞു, വമാ അംവാലുക്കും, അവരുടെ ആ വ്യാമോഹത്തെ, അവരുടെ ബുദ്ധിശൂന്യമായ ചിന്തയെ അല്ലാഹു തകർത്തു കളഞ്ഞുകൊണ്ട് പറഞ്ഞു, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് യാതൊരു അടുപ്പവും നേടിത്തരുകയില്ല. സമ്പത്തും സന്താനങ്ങളും അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമെന്നോ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്വർഗം നേടിത്തരുമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെയില്ല. ഇല്ലാ മൻ ആമന വഅമില സാലിഹ, സമ്പത്തുണ്ടാകാം, സന്താനങ്ങളുണ്ടാകാം, അതൊരു മോശമായ കാര്യമല്ല. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, അത് അലങ്കാരമാണെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അത് പരീക്ഷണവുമാണ്. സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടുന്നത് ആർക്കാണ്? പരലോകത്ത് അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്നത് ആർക്കാണ്? അള്ളാഹു പറഞ്ഞു, ഇല്ലാ മൻ ആമന വഅമില സാലിഹ, അള്ളാഹുവിൽ അടിയുറച്ച ഈമാൻ അത് കൈക്കൊള്ളുകയും ഒപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിൽ മേന്മയാണ്, ശ്രേഷ്ഠതയാണ്, അലങ്കാരമാണ്, ഭംഗിയാണ്, സാമീപ്യമാണ്, നന്മയാണ്, സമ്പാദ്യമാണ്. എന്നാൽ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിൽ നകലാനാണ് നമ്മെ കാരണമാക്കുന്നതെങ്കിൽ, നമ്മുടെ നന്മകൾ കുറയാനാണ് അത് ഹേതുവാകുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹുവിങ്കൽ അത് യാതൊരു ഉപകാരവും നൽകുകയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സമ്പത്ത് നമ്മെ ശാശ്വതനാക്കി കളയുന്നു. സമ്പത്തിന്റെ വർധനവും സമ്പത്തിന്റെ ആധിക്യവും നാം സ്വരുക്കൂട്ടിയ സ്വത്തിന്റെ ആസ്തിയും നമ്മെ മരിപ്പിക്കാതെ ഇവിടെ ജീവിപ്പിക്കുമെന്ന് ചിന്തിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അയഹ്സബു അന്ന മാലഹു അഖ്ലദ, മനുഷ്യൻ അവർ വിചാരിച്ചു പോകും അവന്റെ സമ്പത്ത് അവനെ ശാശ്വതനാക്കി കളയുമെന്ന്. മരിക്കാതെ സുഖിച്ചുകൊണ്ട് സമ്പത്തിന്റെ മെത്തയിൽ അവൻ കിടന്നുറങ്ങുമെന്ന് കാലാകാലം അവൻ വിചാരിക്കുമെന്ന് അല്ലാഹു സൂറത്തുൽ ഹുമസയിൽ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? എത്ര നാം സമ്പാദിച്ചാലും മരിക്കുവോളം ഒരു പുരുഷായുസ് മുഴുവൻ ചോര നീരാക്കി നാം അധ്വാനിച്ച് സ്വത്തുവകകൾ സ്വരുക്കൂട്ടിയാലും സമ്പത്ത് നിന്റെതല്ല സഹോദര, നിന്റെതല്ല. നീ സമ്പാദിക്കുന്നതൊന്നും നിന്റെതല്ല. നീ സമ്പാദിച്ചതല്ല മറ്റുള്ളവർക്കുള്ളതാണ്. അവർക്ക് നീ ഇട്ടേച്ചു പോകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവൻ അനുഗമിക്കും. 3 കാര്യങ്ങൾ അവനോടൊപ്പം അവന്റെ ഖബറിലേക്ക് സഞ്ചരിക്കും. ഫയർജു ഇസ്നാൻ, അതിൽ 2 കാര്യങ്ങൾ തിരിച്ചു വരും. അവനെ 6 അടി മണ്ണിൽ മറമാടി കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ തിരിച്ചു വരും. വയബ്ഖാ മഅഹു വാഹിദ്, 1 മാത്രം ബാക്കിയാകും. ഏതാണ് 3 കാര്യങ്ങൾ? അഹ്ലുഹു വമാലുഹു അമലു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ അനുഗമിക്കുന്ന 3 കാര്യങ്ങൾ. 1 അവന്റെ കുടുംബമാണ്, 2 അവന്റെ സമ്പത്താണ്, 3 അവന്റെ അമലാണ്, സൽക്കർമ്മങ്ങളാണ്, പരലോകത്തേക്കുള്ള തീരാത്ത ഒടുങ്ങാത്ത സമ്പാദ്യമാണ്. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ സമ്പത്തും അതുപോലെ തന്നെ അവന്റെ കുടുംബവും മറമാടിക്കഴിഞ്ഞാൽ തിരിച്ചു മടങ്ങും. സമ്പത്തും കുടുംബവും മടങ്ങും. വയബ്ഖാ അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ മാത്രം ബാക്കിയാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തും സന്താനങ്ങളും ദുനിയാവിലെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് നന്ദി ചെയ്യാൻ അത് ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും.
സമ്പത്ത് നമുക്ക് ശാശ്വതത്വം നൽകിയെന്ന ചിന്ത സ്വയം പര്യാപ്തതയിലേക്ക് നമ്മെ എത്തിക്കുന്നുവെങ്കിൽ സമ്പത്ത് നമ്മുടെ ദീനം അടിവരയിട്ടുകൊള്ളുക. ദുനിയാവും ഒരുപോലെ നശിപ്പിക്കും. ലോക ചരിത്രം നമുക്കതിന് സാക്ഷിയാണ്. ചിലർ പറഞ്ഞു, മുൻഗാമികൾ ചിലർ പറഞ്ഞു, സമ്പത്തും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി അവർ ഉപമിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു കപ്പലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. കപ്പൽ, അതിന്റെ സഞ്ചാരത്തിന് വെള്ളം അനിവാര്യമാണ്. വെള്ളമില്ലാതെ കപ്പലിന് സഞ്ചരിക്കാൻ കഴിയുകയില്ല. കപ്പലിന്റെ സഞ്ചാരത്തിന് വെള്ളം അനിവാര്യമാണ്. പക്ഷേ കപ്പലിനകത്ത് വെള്ളം കയറിയാലോ ആ കപ്പൽ നശിച്ചൊടുങ്ങും. ഇതുപോലെയാണ് മനുഷ്യരും സമ്പത്തും തമ്മിലുള്ള ബന്ധം. മനുഷ്യന് ദുനിയാവിൽ നിലനിൽക്കാൻ, ജീവിക്കാൻ സമ്പത്ത് ആവശ്യമാണ്. അവിതർക്കികമായ കാര്യമാണ്, നിസ്സംശയം നമുക്ക് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ നിലനിൽപ്പിനാവശ്യമായ സമ്പാദ്യത്തിനപ്പുറത്ത് നമ്മുടെ ഹൃദയം നിറയെ, നമ്മുടെ കൽബ് നിറയെ, നമ്മുടെ ശരീരം മുഴുവൻ സമ്പത്ത് നിറഞ്ഞു കുമിഞ്ഞുവെങ്കിൽ അത് നമ്മുടെ നാശത്തിന് കാരണമാണ്. സമ്പത്ത് നമ്മുടെ കൈകളിൽ ഉണ്ടാകട്ടെ, മനസ്സിൽ നിറക്കരുത്. സമ്പത്ത് നമ്മുടെ സ്വത്തായി ഇവിടെ അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഹലാലായ മാർഗത്തിൽ വന്നുകൊള്ളട്ടെ. അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കാൻ അത് കാരണമാകട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ അവസരമുണ്ടാകട്ടെ. പക്ഷേ കയ്യിൽ 10 രൂപ പോലും ഇല്ലെങ്കിലും, മിച്ചമില്ലെങ്കിലും, കൽബ് നിറയെ സമ്പത്ത് കൊണ്ട് നടക്കുന്ന ദരിദ്രൻ പോലും നാശത്തിന് വഴിയൊരുക്കുന്ന ഫിത്നകൾക്ക് വശംവദനാകുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. സൂറത്തുൽ കഹ്ഫിൽ ഇന്നും നമ്മൾ പാരായണം ചെയ്ത ആയത്താണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പക്ഷേ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, പരലോകത്തിന് വേണ്ടിയുള്ള നഷ്ടം സംഭവിക്കാത്ത മഹത്തായ സമ്പാദ്യങ്ങൾ, ഖൈറുൻ ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിനക്ക് ഉത്തമം അതാണോ. വഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല, നിനക്ക് അല്ലാഹുവിങ്കൽ ഏറ്റവും മികച്ച പ്രതിഫലവും ഏറ്റവും നല്ല പ്രതീക്ഷയും നൽകുന്ന മഹത്തായ എന്നെന്നും ബാക്കിയാകുന്ന സമ്പാദ്യം സൽക്കർമ്മങ്ങളാണ്. അതിനാകട്ടെ നമ്മുടെ മത്സരം, അതിനാകട്ടെ നമ്മുടെ അധ്വാനം, അതിനാകട്ടെ ദുനിയാവിലെ നമ്മുടെ ജീവിതം, അതിനു കാരണമാകട്ടെ ഹലാലായ നമ്മുടെ സമ്പാദ്യങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.